Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ ഇന്ന് നമുക്ക് ക്രൂഡിൻ്റെ ഒരു ടേക്ക് അറിയേണ്ടതുണ്ട്. തുടക്കം തന്നെ ക്രൂഡിനെ സംബന്ധിച്ചപ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെൻഡിലാണെങ്കിൽ നേരിയൊരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ WT ക്രൂഡിൽ 0.64% നേട്ടവും കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമുക്ക് മെഞ്ഞാന്നത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും വലിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗും ഇന്ന് ഏർലി ആവേഴ്സിലുള്ള ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്കൊരു നേരിയ സൈഡ് വേസ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $84 ലെവലിൽ WT ക്രൂഡിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആയിട്ടല്ല കാണുന്നത്. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് 2.4% ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കറന്റ് 4581 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഡെയിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെയും ഒരു നേട്ടം, നേരിയ തോതിലെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് ആണ് ഗോൾഡ് എടുത്തിരിക്കുന്നത്. ഗോൾഡിൽ ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്കൊരു വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രേഡിങ്ങിൽ ഗോൾഡിൻ്റെ ഒരു സ്ട്രെങ്ത് എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ കേസിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇൻ ഗോൾഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. സോ ഇന്നലെയും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $4550 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് $100 മുതൽ $150 ഇടിവ് സ്വർണത്തിൽ പ്രതീക്ഷിക്കാം. സ്വർണത്തിൽ ഈ ഒരു റിക്കവറി തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ $4700 ആയിരിക്കും. സർ, US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഇറാൻ ചർച്ചയില്ല എന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് വന്നിരുന്നു. അത് മാത്രമല്ല US ഇറാൻ പ്രതിനിധികൾ വലിയ രീതിയിലൊരു ചർച്ച നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന രീതിയിലുള്ള ഒരു കമൻസ് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നലെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ US മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. ഡൗ ജോൺസ് 0.18% ഇടിവ്, S&P 0.37% ഇടിവ്, നാസ്ഡാക്കിൽ 0.84% ഇടിവിലുമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് US ഫ്യൂച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി കാണാനും സാധിക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ പാകിസ്ഥാൻ വഴി 15 കാര്യങ്ങൾ അല്ലെങ്കിൽ 15 തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ US മുമ്പിൽ വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം കുറയാനുള്ളൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നൊരു വാർത്തയെ തുടർന്നൊക്കെ തന്നെ US നമുക്കൊരു ഫ്യൂച്ചേഴ്സിലൊരു നേട്ടവും കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ US മാർക്കറ്റിൽ ഇനി എന്താണ്? ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നലെ മെഞ്ഞാന്ന് നമുക്ക് വളരെ നേരിയ ഒരു ഷോർട്ട് കവറിങ് കാണാനിടയായി. ഇന്നിപ്പോൾ ഏർലി ആവേഴ്സിൽ നമുക്ക് കാണുന്ന റിക്കവറി നമുക്ക് ഷോർട്ട് കവറിങ് ആയിട്ട് മാത്രമേ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം റിക്കവറി കാണാൻ സാധിക്കുമെങ്കിൽ 47,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല അത് എളുപ്പമായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അറ്റ് ദ സെയിം ടൈം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 47,200 സപ്പോർട്ട് ശ്രദ്ധിക്കാം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 23,700 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് റിക്കവറി, അതായത് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുമെങ്കിൽ 25,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് പോലെ തന്നെ ഈ ഒരു കേസിലും ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ഈ നിഫ്റ്റി 50യുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നലെ പ്രീ മാർക്കറ്റിലൊക്കെ തന്നെ മാർക്കറ്റ് വലിയ രീതിയിലൊരു നേട്ടം രേഖപ്പെടുത്തുന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നൽകിയിരുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചും അത്തരത്തിലൊരു നേട്ടം 1.78% നേട്ടത്തിൽ 399 പോയിന്റിൻ്റെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 23,000 എന്നൊരു ലെവൽ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്ലോസിംഗ് എടുക്കാൻ മാർക്കറ്റിന് സാധിച്ചിട്ടില്ല. താങ്കളുടെ ഇന്നലത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നോക്കുമ്പോൾ ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ടാണോ താങ്കൾ ഇന്നലത്തെ ഒരു നേട്ടത്തെ നോക്കിക്കാണുന്നത്? ആബ്സല്യൂട്ട്ലി യെസ്. അപ്പോൾ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിനെ പോലെ വളരെ സിമിലർ പാറ്റേൺ നിഫ്റ്റി 50യിലും കാണാൻ സാധിക്കുന്നത്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22,400 ആയിരിക്കണം. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് ഹെവി സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യാം.
നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് റിക്കവറി ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുമെങ്കിൽ 24,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആദ്യം ബ്രേക്ക് ചെയ്യാം. അതിനുശേഷമുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 24,450 അതിനുശേഷം 24,900 പോയിന്റിലെ റെസിസ്റ്റൻസ് കാണുന്നത്. 24,900 റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 52,605 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2.27% നേട്ടത്തിൽ ഇന്നലെ 1000 പോയിന്റിലധികം ഒരു നേട്ടം രേഖപ്പെടുത്താൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. താങ്കളുടെ ടേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. അതായത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു ഇൻഡെക്സിന്റെ കേസിലും അറ്റ് ദ മൊമെന്റ് നമുക്ക് ബോട്ടം കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഇൻഡെക്സിൽ ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുമെങ്കിൽ 55,700 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 51,200 പോയിന്റ് ആയിരിക്കും. സാറിന് എനർജി ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. എനർജി ഇൻഡെക്സിനെ സംബന്ധിച്ച് 30,082 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് പല ഇൻഡെക്സിലൊക്കെ തന്നെ 5% മുകളിൽ അല്ലെങ്കിൽ 10% മുകളിലേക്കൊക്കെ തന്നെ ഒരു ഇടിവ് ഈ ഒരു യുദ്ധം വന്നതിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനർജി ഇൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു വീക്കിലി പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇൻഡെക്സ് നിലവിൽ ഇപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണോ ട്രേഡിംഗ് തുടരുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നോ. ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി എനർജി ഇൻഡെക്സിലും നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ ഈ ഒരു ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 34,500 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു സെൽ ഓഫ് ഈ ഒരു ഇൻഡെക്സിലും എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ റെസിസ്റ്റൻസിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 36,500 പോയിന്റിന്റെ ലെവലായിരിക്കണം. ബട്ട് ഇൻസിഡന്റ്ലി നമ്മൾ മറ്റ് സ്റ്റോക്സിലോട്ട് വരുന്നതിന് മുൻപ് നിഫ്റ്റി IT ഇൻഡെക്സിലോട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ ഫെബ്രുവരി മാസത്തിന് ശേഷം കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡെക്സിലായിരിക്കാം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 30,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 2,000 പോയിന്റിന്റെ നേട്ടം ഈ ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്റ്റോപ്പിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 28,300 ആയിരിക്കും. സാർ, TVS മോട്ടോഴ്സിൻ്റെ ഒരു ടേക്ക് അറിയണം. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് 2% ഒരു നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 3,479 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. കമ്പനി ഇപ്പോൾ ഇൻ്ററിൻ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഹരി ഒന്നിന് 12 രൂപ എന്ന രീതിയിലാണ് ഇൻ്ററിൻ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. TVSൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? TVSന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 3,360. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരു 300 രൂപയുടെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. വളരെ സിമിലർ പാറ്റേൺ നമുക്ക് ഹീറോ മോട്ടോ കോർപ്പിന്റെ കേസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഹീറോ മോട്ടോറിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5,000 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് കാണുന്ന 5,800 രൂപ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബജാജ് ഓട്ടോയുടെ കേസ് നോക്കുമ്പോഴും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 8,700 രൂപയായിരിക്കും. സാറിന് HDFC ബാങ്കിൻ്റെ ഒരു ടേക്ക് അറിയണം. 764 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2.79% നേട്ടം ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു ഓഹരി കാഴ്ചവെച്ചിരുന്നു. തുടർച്ചയായി നമ്മളിതിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ്, അല്ലെങ്കിൽ ഇന്നലെയൊക്കെ തന്നെ കഴിഞ്ഞൊരു ദിവസം അതായത് ഇടിവ് രേഖപ്പെടുത്തിയത് നമുക്കറിയാവുന്നതാണ്. ആ ഒരു വാർത്തയ്ക്ക് ശേഷം ഒരു നെഗറ്റീവ് വാർത്തയെ തുടർന്ന് അല്ലെങ്കിൽ ആ ഒരു ചെയർമാൻ്റെ രാജിയെ തുടർന്നൊക്കെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ഒരു തിരിച്ചുവരവ് നടത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. HDFC ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? HDFC ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലെ കണ്ടിരിക്കുന്ന റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 795, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച 805 ആയിരിക്കും. കറന്റ് ലെവൽസിലെ പുതിയ പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം.
കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ സപ്പോർട്ട്, ആദ്യത്തെ 745 അതിനുശേഷം 738. 738 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് 706 രൂപയിലേ കാണാൻ സാധിക്കുന്നുള്ളൂ. സാറിന് ഈ വിക്രം സോളാറിൻ്റെ ടേക്കാണ് അറിയേണ്ടത്. 1.3% നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 192 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരി ലിസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യം ഓഗസ്റ്റ് 2025 ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായൊരു ബെയറിഷ് ട്രെൻഡിലാണ് ഓഹരി ട്രേഡ് ചെയ്യുന്നത്. കാര്യമായൊരു മുന്നേറ്റമൊന്നും പിന്നീട് ഒരു സമയം ഓഹരി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിക്രം സോളാർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 205 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. 205 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 240, അതിനുശേഷം 260. 260 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അടുത്തതായി നൗക്കറിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ഒരു സർ നൗക്കറിയുടെ ഒരു ചാർട്ട് എനിക്കിപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് ലഭ്യമാണെങ്കിൽ ഈ ഒരു ഓഹരിയിൽ നിലവിലത്തെ ഒരു പൊസിഷൻ പറയാമോ? നൗക്കറിയുടെ കേസിൽ നിഫ്റ്റി IT ഇൻഡെക്സിനോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫാണ് നടന്നിരിക്കുന്നത്. ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് വളരെ സിമിലർ ടു ദ നിഫ്റ്റി IT ഇൻഡെക്സ് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു നേരിയ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണുന്നുണ്ട്. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ നിലനിർത്തുക. 920 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 1010 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ബി എ ഹൈ റിസ്ക് ട്രേഡ്. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1100 കാണുന്നത്. സാറിന് അദാനി പവറിൻ്റെ ഒരു ടേക്ക് അറിയണം. ഈ ഒരു ഓഹരി കഴിഞ്ഞൊരു മാർച്ചിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ലോങ് ടൈം ട്രെൻഡിലൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. 150 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 1.53% നേട്ടം ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഓഹരി കാഴ്ചവെച്ചിരുന്നു. നമ്മൾ ഈ ഒരു മാസവും നോക്കുമ്പോൾ 7% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? വിഷ്ണു, അഡാനി എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും വളരെ ഹൈ ബീറ്റ സ്റ്റോക്സ് ആണെന്നുള്ളൊരു കാര്യം നമ്മളെ മാർക്കറ്റ് ഹൈ ബീറ്റ എന്ന് പറയുമ്പോഴേക്കും മാർക്കറ്റിൽ നമുക്കൊരു ഇടിവ് കാണുന്ന സമയത്ത് അതിനേക്കാൾ വലിയൊരു ഇടിവായിരിക്കും അഡാനി സ്റ്റോക്സ് നേരിടാൻ പോകുന്നത്. അതേസമയം മാർക്കറ്റിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ അഡാനി സ്റ്റോക്സിൽ അതിനേക്കാൾ വലിയൊരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ മൊമെന്റ് മാർക്കറ്റിൽ നമുക്ക് ഇത്രത്തോളം ഒരു വീക്ക്നെസ് നടക്കുന്ന സമയത്ത് അഡാനി സ്റ്റോക്സിൽ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി. ആക്ച്വലി ഡിസംബർ മാസത്തിന് ശേഷം നമ്മൾ അഡാനി പവർ എസ്പെഷ്യലി സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വളരെ ഹൈ വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണുന്നത്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്പ് മൂവ് കാണണമെങ്കിൽ 160 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. സാർ, ഈ DCA സിസ്റ്റത്തിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ലോങ് ടൈം ട്രെൻഡ് പരിഗണിക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലായിരുന്നു ട്രേഡിംഗ് തുടരുന്നത്. എന്നാൽ നമ്മളൊരു വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വോളറ്റാലിറ്റി ഇപ്പോൾ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിലൊരു വോളിയം ട്രേഡിംഗ് ഈ ഒരു മാസം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് DCXൽ എന്താണ്? ഇപ്പോൾ 171 എന്ന പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. DCX is again a small cap stock. ആൻഡ് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 5-8 മാസത്തിനിടെ വലിയൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും ഡിസംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് സൈഡ് വേസ്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 220 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും. ഇനി ടാറ്റ സ്റ്റീലിൻ്റെ ടേക്കാണ് അറിയേണ്ടത്. ടാറ്റ സ്റ്റീൽ 190 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 1.93% നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. നമ്മളൊരു ട്രെൻഡ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാർച്ചിന് ശേഷം ലോങ് ടൈം ട്രെൻഡിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലൊരു വീക്ക്നെസ് ഒന്നും നമുക്ക് ഈ ഒരു ഓഹരിയിൽ ഈ ഒരു യുദ്ധത്തിന് ശേഷം ആ ഒരു സാഹചര്യത്തിലൊന്നും രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇനിയും ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു ചാൻസ് ഓഹരിയിലുണ്ടോ? Unfortunately, the answer is no.
ടാറ്റ സ്റ്റീലിന്റെ കേസിലും എസ്പെഷ്യലി കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും മറ്റ് മെറ്റൽ സ്റ്റോക്സിനോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കിലും സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 180 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ നമുക്ക് ഷോർട്ട് ടേമിൽ തിരിച്ച് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 200 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാർ അടുത്തതായി ഇനി അറിയേണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് ടെക്സ്മാക്കോയാണ്. ടെക്സ്മാക്കോയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നോക്കുമ്പോൾ കാണുന്നത് ഓഹരിയിൽ 4.93% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. 88 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്നാലും ഒരു ഓവറോൾ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡാണ് ഓഹരിയിലുള്ളത്. കഴിഞ്ഞൊരു 2 മാസമൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഓഹരിയിൽ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും റെയിൽവേ സ്റ്റോക്കുകൾ ഇപ്പോൾ നിലവിലുണ്ടോ? ദ ആൻസർ ഇസ് നോ. ഒരു റെയിൽവേ സ്റ്റോക്കിലും ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ടെക്സ് റെയിലിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാറിന് HCL ടെക്നോളജീസിൻ്റെ ഒരു ടേക്ക് അറിയണം. സ്റ്റോക്ക് 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1373 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ്? സോ HCL ടെക്നോളജിയുടെ കേസിലും ഞാൻ നേരത്തെ നിഫ്റ്റി IT ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് ആയിരുന്നു നടന്നിരിക്കുന്നത്. വളരെ ഓവർസോൾഡ് റീഡിംഗ് HCL ടെക്നോളജിയിലും കാണാൻ സാധിക്കുന്നത്. ബട്ട് എഗെയിൻ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1290 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു റിക്കവറി കൺഫേം ചെയ്യാൻ സാധിക്കുമെങ്കിൽ 1420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1480, അതിനുശേഷം 1540 കാണുന്നത്. സാറിന് അഗ്രി ഇൻഫ്രയുടെ ടേക്കാണ് അറിയേണ്ടത്. ലിസ്റ്റിങ്ങിന് ശേഷം ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലിസ്റ്റിംഗ് നടന്നത് 2024 ജൂലൈയിലായിരുന്നു. അതിനുശേഷം കാര്യമായൊരു നേട്ടം നൽകിയിട്ടുണ്ട്. 250% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ മാസവും പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലൊരു വോളിയം ഇൻക്രീസ് ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ തന്നെ ഈ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണോ, അതോ ഇപ്പോഴൊരു ഹയർ ലെവൽസിൽ ട്രേഡിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഈ ഒരു ഓഹരിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? വിഷ്ണു, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാം. അജി ഇൻഫ്ര, സ്പെല്ലിംഗ് ഞാൻ പറയാം, AGIINFRA. അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ഒരു ഡീറ്റെയിൽ ലഭിക്കുന്നില്ല. ഇത് അടുത്തൊരു സെഷനിൽ കവർ ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോകാം. നമുക്കിനി അറിയേണ്ടത് BSEയുടെ ഒരു ടേക്കാണ്. BSEയിൽ ഇന്നലെ ട്രേഡിംഗ് നടന്നത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ BSE രേഖപ്പെടുത്തിയിരുന്നത് 3% നേട്ടമാണ്. 2805 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 91 പോയിന്റിൻ്റെ നേട്ടമായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വോളറ്റാലിറ്റിയും ഉണ്ട്. ഹയർ ലെവൽസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. BSEയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? സോ ഇപ്പോൾ AGI ഇൻഫ്രയുടെ ഡേറ്റ ലഭിച്ചിട്ടുണ്ട്. സോ AGI ഇൻഫ്ര നോക്കുമ്പോഴേക്കും കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നില്ല. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് നേട്ടം തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. ബട്ട് ഇത്തരം മാർക്കറ്റ് സിറ്റുവേഷനിൽ ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ഞാൻ പേഴ്സണലി ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യത്തില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 280 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. BSEയുടെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കിടെ ഹൈ വോളറ്റിലിറ്റിയാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 2520 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിലെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3000 രൂപയിലാണ് കാണുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഹിറ്റാച്ചി എനർജി ഇന്ത്യയുടെ ടേക്കാണ് അറിയേണ്ടത്. 3% നേട്ടമാണ് ഇന്നലെ ഓഹരി രേഖപ്പെടുത്തിയത്. 25,000 എന്നൊരു മുകളിലുള്ള ഒരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസമൊക്കെ തന്നെ മികച്ചൊരു റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത്. 35% നേട്ടം ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഹിറ്റാച്ചി എനർജിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഹിറ്റാച്ചിയുടെ കേസിൽ നമുക്കൊരു
വളരെ ബുള്ളിഷ് ഒരു അണ്ടർ ടോൺ കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 23,200 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 26,400 സർ 2025 ലിസ്റ്റ് ചെയ്ത മറ്റൊരു ഓഹരിയുടെ ഒരു ടേക്ക് കൂടി അറിയണം. ബെൽറൈസ് ഇൻഡസ്ട്രീസ് 5% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം 100% മുകളിലേക്ക് നേട്ടം നൽകി. ഈ ഒരു മാസം കഴിഞ്ഞൊരു മാസമൊക്കെ നോക്കുമ്പോൾ നേട്ടത്തിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിലും താങ്കളുടെ ടേക്ക് എന്താണ്? So Bellrise in the case, again, it is a small cap stock. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 170 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പുതിയ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുക. 203 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇനി അശോക ബിൽക്കോണിൻ്റെ ടേക്കാണ് അറിയേണ്ടത്. 110 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 4% നേട്ടം ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചിരുന്നു. എന്നാലും സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡാണ് തുടരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോട്ടം ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി നോ. ഈ ഒരു സ്മോൾ ക്യാപ്പിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കാം. സനി GE ഷിപ്പിങ്ങിൻ്റെ ഒരു ടേക്ക് കൂടി അറിയേണ്ടതുണ്ട്. GE ഷിപ്പിങ്ങിനെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത് സർ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ GE ഷിപ്പിങ്ങിൻ്റെതായിട്ടുള്ളൊരു ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ 2.85% നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 1398 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്തായാലും സ്റ്റോക്ക് സെപ്റ്റംബറിന് ശേഷം ഒരു റാലി നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. അതിനുശേഷം കാര്യമായൊരു വീക്ക്നെസ് ഒന്നും ഓഹരിയിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. താങ്കളുടെ ഒരു ടേക്ക് GE ഷിപ്പിങ്ങിൽ എന്താണ്? GE ഷിപ്പിംഗിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1320 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സനി ഒലക്ട്ര ഗ്രീൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. ഒലക്ട്ര ഗ്രീൻ്റെ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഇന്നലെ 4.53% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 1000 മുകളിലേക്കുള്ള ഒരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഷോർട്ട് ടൈം ട്രെൻഡ് അല്ലെങ്കിൽ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ വോളിയം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിൻ്റെ ഒരു ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓഹരിയിൽ 7% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് ഈ ഒരു മന്ത്ലി ട്രേഡിങ്ങിലും കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഓഹരിയിൽ എക്സ്പെക്ട് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇൻഫാക്ട് ഈ മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നേരിയ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഒരു നേരിയ ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1160 അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 1320. 1320 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ സപ്പോർട്ട് ലെവൽസ് 878 മുതൽ 1000 രൂപ വരെ ആയിരിക്കും. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്ക്. ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. അടുത്ത ഷോ മാർക്കറ്റ് സ്ക്രീനറാണ്. എൻ്റെ കൂടെ ഇപ്പോൾ സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.